ക്ലോസ്ഡ് ചാപ്റ്റർ വി ഡി സതീശന്റെ ഒട്ടകപ്പക്ഷിയിൽ അഭ്യാസങ്ങളിൽ. ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം കേസിൽ ഇന്നലെയും വി ഡി സതീശൻ ആ വിധി പുറപ്പെടുവിച്ചു. ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ഇനി ചർച്ചയില്ല. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്, ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ, ഞാൻ അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചർച്ചയില്ല. അങ്ങനെ വി ഡി സതീശൻ ഷട്ടർ ഇട്ടാൽ തീരുന്നതാണോ ഈ വിവാദം? അല്ല. അങ്ങനെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ആരും പറയാത്ത ഈ ന്യായം വി ഡി സതീശൻ മാത്രം പറയുന്നത്? ഉദാഹരണത്തിന്, മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന തെളിവുകൾ AI സൃഷ്ടിച്ചതാണെന്ന തിയറിയുമായി കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് രംഗത്തിറങ്ങിയിരുന്നു. AI കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കുന്നു. ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? അടൂർ പ്രകാശും പറഞ്ഞില്ല ഈ ചാപ്റ്റർ തങ്ങൾ ക്ലോസ് ചെയ്തെന്ന്. ഒരു ചർച്ചയും വേണ്ട എന്നും അടൂർ പ്രകാശ് പറഞ്ഞില്ല. അദ്ദേഹം UDFന്റെ കൺവീനറാണ് എന്ന് ഓർമ്മിക്കുക. ഈ വിഷയത്തിൽ സ്ഥിരമായി പ്രതികരിക്കുന്ന മറ്റൊരാൾ K മുരളീധരനാണ്. മാങ്കൂട്ടം സഭയിലെത്തിയാൽ പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. ഏതായാലും തനിക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് പുറപ്പെടുവിച്ച ആ ശബ്ദം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അത്രയും നല്ലത്. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി. മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിപ്പുകളെ പൂവൻ കോഴിയെ വെച്ച് പ്രതിരോധിക്കുന്ന മുരളീധരനും ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തതായി പത്രക്കാരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സതീശൻ ജി തുടർച്ചയായി പറയുന്നു, തങ്ങൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, അതേക്കുറിച്ച് ചോദ്യങ്ങൾ വേണ്ട, ഞാൻ ഉത്തരം പറയില്ല എന്ന്. എന്താണ് അതിന് കാരണം? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം മറ്റൊരാളും പറയാത്ത സാഹചര്യത്തിൽ ഈ വാദം സതീശൻ മാത്രം ഉയർത്തുന്നതിന്റെ കാരണം എന്താണ്? അതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ പുറം ലോകം അറിയും മുമ്പ് ആദ്യം അറിഞ്ഞത് വി ഡി സതീശനാണ്. സതീശനെ പിതൃതുല്യം കാണുന്ന റിനി ആൻ ജോർജ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശനോട് ആദ്യം പരാതി പറയുന്നത്, അതും 3 കൊല്ലം മുമ്പ്. എങ്ങനെയാണ് സതീശൻ ആ പരാതി കൈകാര്യം ചെയ്തത്? മാങ്കൂട്ടത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശാസിച്ചോ താക്കീത് ചെയ്തോ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? റിനിയുടെ പരാതിയെ സതീശൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ആ പരാതിയിന്മേൽ താൻ എന്താണ് ചെയ്തത് എന്ന് വി ഡി സതീശൻ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പരാതി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ താൻ കൈകാര്യം ചെയ്തു എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം പറയാത്തത്. ഒരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സതീശൻ ഇങ്ങനെ പറഞ്ഞു, അതായത് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് താൻ ഈ പരാതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം അത് തള്ളിയിട്ടുണ്ട്. തള്ളി എന്ന് പറഞ്ഞാൽ നിഷ്കരുണം തള്ളി എന്ന് തന്നെ പറയണം. ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പരാതിയെക്കുറിച്ച് വി ഡി സതീശൻ തന്നോട് ഇതേവരെ ഒരക്ഷരം ചോദിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, തനിക്കെതിരെ എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് പത്രക്കാർ സതീശനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് മാങ്കൂട്ടം അന്ന് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ വാചകം ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ അതിലൊരു ഭീഷണി വ്യക്തമാണ്. എന്താണ് ആ ഭീഷണി? ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, തനിക്കെതിരെ എന്തെങ്കിലും പരാതി മുന്നേ കിട്ടിയിട്ടുണ്ട്, അതിന്മേൽ തനിക്ക് താക്കീത് തന്നിട്ടുണ്ട് എന്ന് ചുണയുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാമോ എന്നാണ് വി ഡി സതീശനെ അന്ന് രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി സതീശൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മകളുടെ സ്ഥാനത്തുള്ള പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ഉന്നയിച്ച പരാതി
എങ്ങനെയാണ് സതീശൻ കൈകാര്യം ചെയ്തത് എന്ന ചോദ്യത്തിന് ഇതേവരെ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിനോട് പ്രതികരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വി ഡി സതീശൻ ഈ ക്ലോസ്ഡ് ചാപ്റ്റർ നാടകം കളിക്കുന്നത്. സത്യത്തിൽ വി ഡി സതീശന്റെ തുണി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഈ വിവാദത്തിൽ ഉരിച്ചെറിഞ്ഞത്. ആ തുണി ഇതുവരെ തിരിച്ചെടുത്തുടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഈ വിവാദമുയർന്ന് നാളിതുവരെയായിട്ടും മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി വി ഡി സതീശന് ഏറ്റെടുക്കാൻ കഴിയാത്തതിന് കാരണം സതീശൻ എന്തോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മകളുടെ സ്ഥാനത്ത് കാണുന്ന പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഉന്നയിച്ച പരാതിയിൽ അദ്ദേഹം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം കേരളത്തിൽ ഇനിയും ഉച്ചത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ആ കുട്ടി കേരളത്തോട് ഒരു കാര്യം കൂടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ട ശേഷവും മാങ്കൂട്ടം അശ്ലീല മെസ്സേജ് അയക്കുകയും ലൈംഗിക താല്പര്യത്തോടെ തന്നെ സമീപിക്കുകയും ചെയ്തു എന്ന്. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ പറഞ്ഞതിന് ശേഷം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. ഈ വാചകങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനോഭാവം മാത്രമാണോ നാം വായിക്കേണ്ടത്? ഈ ഒരു സംഭവം മാത്രം ആകെ ഒന്ന് വിശകലനം ചെയ്താലോ? വി ഡി സതീശനുമായി ഏറെ അടുപ്പമുണ്ട് റിനി ആൻ ജോർജിന്. അക്കാര്യം മാങ്കൂട്ടത്തിന് അറിയാം. എന്നിട്ടും ലൈംഗിക താല്പര്യത്തോടെ മാങ്കൂട്ടം ആ കുട്ടിയെ സമീപിച്ചു. പരാതിക്ക് ശേഷവും ആ സമീപനം തുടർന്നു. വീണ്ടും പരാതിപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ പോയി പറയൂ എന്ന് പുച്ഛിച്ച് ആട്ടിവിടുകയാണ് ചെയ്തത്. ഇതിനേക്കാൾ വലിയ അപവാദം നേരിട്ട നേതാക്കൾക്ക് കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ധിക്കാരത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിർഭയത്വം മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. ആ ധൈര്യവും നിർഭയത്വവും അയാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതാണ്, അവരുടെ നേതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. മുമ്പേ ഗമിച്ച ഗോവിന്റെ പിന്നാലെ പോയ കാളക്കുട്ടി തന്നെയാണ് ഈ ആരോപണ വിധേയൻ. ഈ വിഷയത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവും അഭിമുഖീകരിക്കാത്തൊരു പ്രതിസന്ധി വി ഡി സതീശൻ നേരിടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിലിരിപ്പുകളെ കുറിച്ച് ഇതേവരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഇതിനു മുമ്പ് പരാതി കൈപ്പറ്റിയ ഒരേ ഒരു നേതാവ് വി ഡി സതീശനാണ്. വേറെ ഒരു ഇരയും മറ്റൊരു നേതാവിനെയും പരാതിയുമായി സമീപിച്ചു എന്ന വെളിപ്പെടുത്തലില്ല. അതുകൊണ്ട് തന്നെ മറ്റു നേതാക്കൾക്ക് ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല. അങ്ങനെ ക്ലോസ്ഡ് ചാപ്റ്റർ ആക്കേണ്ട ഒരു വെല്ലുവിളിയും അവർ നേരിടുന്നില്ല. അതുകൊണ്ട് സണ്ണി ജോസഫും അടൂർ പ്രകാശും എം ഹസനും ഒന്നും മാങ്കൂട്ടം വിഷയത്തിൽ ഉയരുന്ന ഒരു ചോദ്യത്തിനും മുന്നിൽ അസഹിഷ്ണുത കാണിക്കില്ല. അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവർ പറയും. പക്ഷെ സതീശൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ വിഷയത്തിന്റെ മാനം മാറും. റിനിയുടെ പരാതിയെക്കുറിച്ച് തന്നോട് സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന മാങ്കൂട്ടത്തിലിന്റെ വെളിപ്പെടുത്തലിൽ വിശദീകരണം നൽകേണ്ടി വരും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. സതീശനോട് പരാതിപ്പെട്ട ശേഷവും മാങ്കൂട്ടം തന്നോട് ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചു എന്ന റിനിയുടെ വെളിപ്പെടുത്തലിൽ സതീശന്റെ പ്രതികരണം മാധ്യമങ്ങൾ ചോദിക്കും. അവിടെ സതീശൻ ഉത്തരം പറഞ്ഞേ മതിയാകൂ. റിനി ആൻ ജോർജ് പറയുന്നത് തനിക്ക് പിതൃസ്ഥാനീയനാണ് വി ഡി സതീശൻ എന്നാണ്. സത്യത്തിൽ ആരുടെ പിതൃസ്ഥാനത്താണ് വി ഡി സതീശൻ? റിനിയുടെയോ മാങ്കൂട്ടത്തിന്റെയോ? ആ ചോദ്യം കേരളം വി ഡി സതീശനോട് തുടർച്ചയായി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അളിക്കാനും മൂടാനും പറ്റില്ലെന്ന് ഉറപ്പായതിനു ശേഷമാണ് രാഹുലിനെതിരെ നടപടിയുണ്ടായത്. അതിനു മുമ്പ് ഈ പരാതികളോടുള്ള സമീപനം എന്തായിരുന്നു എന്ന്, ആരുടെ പിതൃസ്ഥാനീയനായിട്ടാണ് വി ഡി സതീശൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നതുവരെ. ആ പൊല്ലാപ്പ് ഒഴിവാക്കാൻ വി ഡി സതീശൻ കണ്ടുപിടിച്ച ഒരേ ഒരു വഴിയാണ് ഈ ക്ലോസ്ഡ് ചാപ്റ്റർ അഭ്യാസം. ഒട്ടകപ്പക്ഷിയെ പോലെ മുഖം പൂഴ്ത്തിയാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല എന്ന് അദ്ദേഹം വ്യാമോഹിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ തനിക്കുണ്ട് എന്ന് വി ഡി സതീശൻ ഭാവിക്കുന്ന അധികാരത്തിന്റെ കടക്കിലാണ് രാഹുൽ മാങ്കൂട്ടം ആഞ്ഞു വെട്ടിയിരിക്കുന്നത്. വി ഡി സതീശനോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടികളെ പോലും വെറുതെ വിടണ്ട എന്ന ധൈര്യം മാങ്കൂട്ടത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വി ഡി സതീശൻ തന്നെയാണ്. സതീശന്റെ അധികാരത്തിനും രക്ഷാകർതൃ സ്ഥാനത്തിനും പുല്ലുവില നൽകിക്കൊണ്ടാണ് സതീശനോട് ഏറ്റവും അടുപ്പമുള്ള പെൺകുട്ടിയെ പോലും തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വശംവദയാക്കാൻ മാങ്കൂട്ടം നിരന്തരമായി പരിശ്രമിച്ചത്. എല്ലാ പിടിവള്ളികളും നഷ്ടപ്പെട്ട് രാജിപ്രഖ്യാപനം നടത്തുമ്പോൾ പോലും ഇക്കാര്യത്തിൽ വി ഡി സതീശനെ താൻ തരിമ്പും വകവയ്ക്കുന്നില്ല എന്നൊരു സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കിലും ഭാവത്തിലും ശരീരഭാഷയിലുമുണ്ട്. തനിക്കെതിരെ നേരത്തെ പരാതി കിട്ടിയിട്ടുണ്ടെന്നും ആ പരാതിയിൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇടപെട്ടിട്ടുണ്ടെന്നും രണ്ടാമതൊരിക്കൽ കൂടി പരസ്യമായി പറയാൻ മാങ്കൂട്ടം വി ഡി സതീശനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട അന്നു തന്നെ. അതിനുശേഷം പിന്നീട് ഇതുവരെ വി ഡി സതീശൻ അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നും നാം കണ്ടു. അതുകൊണ്ട് വി ഡി സതീശൻ ആഗ്രഹിക്കുമ്പോൾ ഷട്ടർ വീഴുന്ന ഒരു വിവാദമല്ല രാഹുൽ മാങ്കൂട്ടം ഉയർത്തിവിട്ടത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏതെങ്കിലും ഒരു നടപടി കൊണ്ട് അവസാനിപ്പിക്കാവുന്നതുമല്ല.
കോൺഗ്രസ് പൊതുസമൂഹത്തോട് ഉത്തരം പറയേണ്ട ധാരാളം ചോദ്യങ്ങൾ ഈ പ്രശ്നത്തിലുണ്ട്. ഒട്ടകപ്പക്ഷിയെപ്പോലെ മുഖം പൂഴ്ത്തി അവയിൽ നിന്ന് ഒളിച്ചോടിക്കളയാമെന്ന വി ഡി സതീശന്റെ വ്യാമോഹമൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് ചാനൽ പരിചയപ്പെടുത്തുകയും അവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യം നിങ്ങൾ സഹായിച്ചേ തീരൂ. നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ ഇല്ലാതെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ സംഭാവനകൾ BIJU.3388@federal എന്ന UPI വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ അയക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സഹായിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.